എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് വെള്ളിയാഴ്ച, പിന്നെ നാളെ ശനി, ഞായർ, തിങ്കൾ ഈ 4 ദിവസത്തിനുള്ളിൽ ഇനി പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് വലിയ നഷ്ടങ്ങളുണ്ടാകും. നിങ്ങളുടെ മുൻഗണനാ വിഭാഗം റേഷൻ കാർഡുകളായ മഞ്ഞ, പിങ്ക്, നീല റേഷൻ കാർഡ് വെള്ള റേഷൻ കാർഡിലേക്ക് മാറ്റും. മാത്രമല്ല നിങ്ങൾക്ക് വലിയ നഷ്ടങ്ങളുമാണ് ഉണ്ടാകാൻ പോകുന്നത്. അതുപോലെ തന്നെ ഓണം വിപണികൾ സജീവമാണ്. ഇന്ന് ഓണം വിപണിയിലെ അവസാനത്തെ പച്ചക്കറി ചന്തകളും ഇന്നു മുതൽ ആരംഭിക്കുകയാണ്. 2000 കൺസ്യൂമർ ഫെഡിൻ്റെ പച്ചക്കറി ചന്തകൾ ഇന്നു മുതൽ ആരംഭിക്കുകയാണ്. ഇതുൾപ്പെടെയുള്ള വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്തിട്ട് കാണുക. ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. സംസ്ഥാനത്ത് ഓണം വിപണി സജീവമായിരിക്കുകയാണ്. കൺസ്യൂമർ ഫെഡിൻ്റെ 1500 ഓണച്ചന്തകളും സപ്ലൈകോയുടെ എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും മണ്ഡലങ്ങളിലും സംസ്ഥാന ആസ്ഥാനത്തുമുള്ള ഓണം ഫെയറും സപ്ലൈകോയുടെ ഔട്ട്ലെറ്റുകളിലൂടെയുള്ള ഓണ വിപണിയുമെല്ലാം ഇപ്പോൾ സജീവമാണ്. ഇതിന് പുറമെയാണ് ഇന്ന് 25-ാം തീയതി കൺസ്യൂമർ ഫെഡിൻ്റെ ഓണം പച്ചക്കറി ചന്തകൾ ആരംഭിക്കുന്നത്. വൻ വിലക്കുറവിലും കോംബോ ഓഫറുകളിലുമാണ് ഈ സാധനങ്ങളെല്ലാം ലഭിക്കുന്നത്. സപ്ലൈകോയുടെ ജില്ലാ താലൂക്ക് ഓണം ഫെയറുകളിൽ നിന്നും ശബരിയുടെ 2 ലിറ്റർ വെളിച്ചെണ്ണ വാങ്ങിയാൽ 1 ലിറ്റർ വെളിച്ചെണ്ണ അധികമായി ലഭിക്കുന്നതാണ്, സൗജന്യമായി ലഭിക്കുന്നതാണ്. 2 പാക്കറ്റ് ആട്ട വാങ്ങിയാൽ 1 പാക്കറ്റ് ആട്ട അധികമായി ലഭിക്കുന്നതാണ്. ഇത്തരത്തിലുള്ള നിരവധി ഓഫറുകളാണ് സപ്ലൈകോ ശബരി ഉൽപ്പന്നങ്ങൾക്ക് നൽകിയിട്ടുള്ളത്. അതുമാത്രമല്ല സബ്സിഡി സാധനങ്ങൾ ഇപ്പോൾ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ഉണ്ട്. വളരെ ചെറിയ വിഹിതങ്ങൾ ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാ വിഹിതങ്ങളും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ സാധനങ്ങളെല്ലാം വാങ്ങാനുള്ള അവസരം 28-ാം തീയതി വരെയാണ്. അത് കഴിഞ്ഞാൽ ഇതൊന്നും ആർക്കും ലഭിക്കില്ല. റേഷൻ കാർഡിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് വിതരണം നടക്കുന്നത്. പക്ഷേ ഓണച്ചന്തകളിൽ നിന്ന് റേഷൻ കാർഡ് ഇല്ലെങ്കിലും ഈ സാധനങ്ങൾ ഈ വിലക്കുറവിൽ ലഭിക്കും എന്നുള്ള അറിയിപ്പും ഇപ്പോൾ വന്നിട്ടുണ്ട്. സംസ്ഥാനത്തെ റേഷൻ വിതരണം ഓഗസ്റ്റ് മാസത്തെ റേഷൻ വിതരണം, ഓണമാസത്തെ റേഷൻ വിതരണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വൻ തിരക്കാണ് റേഷൻ കടയിലുള്ളത്. അത് എല്ലാ മാസവും അവസാന ദിവസം തന്നെയാണ് തിരക്കുണ്ടാവാറുള്ളത്. പക്ഷേ ഈ മാസം 3 ദിവസം മുമ്പ് റേഷൻ വിതരണം അവസാനിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ തിരക്ക് കൂടുതലാണ്. 28-ാം തീയതി 2023 ഓഗസ്റ്റ് മാസത്തെ റേഷൻ വിതരണം അവസാനിക്കും. 29, 30, 31 തീയതികളിൽ റേഷൻ കട അവധിയാണ്. 27-ാം തീയതി ഞായറാഴ്ച റേഷൻ കട തുറന്ന് പ്രവർത്തിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഇന്ന് മുതൽ വെള്ളി, ശനി, ഞായർ, തിങ്കൾ ഈ 4 ദിവസമാണ് റേഷൻ കട പ്രവർത്തിക്കുക. അതുപോലെ മറ്റ് ഓണം വിപണികളും ഈ ദിവസങ്ങളിൽ മാത്രമാണ് പ്രവർത്തിക്കുക. റേഷൻ കടയിലെ കാര്യം, മഞ്ഞ റേഷൻ കാർഡിനുള്ള കിറ്റ് വിതരണം നടക്കുകയാണ്. ഇനിയും ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ കിറ്റ് റേഷൻ കടയിലേക്ക് എത്താനുണ്ട്. എന്തായാലും 28-ാം തീയതി വരെ കിറ്റ് വിതരണം ഉണ്ടാകും. അതിനു മുമ്പ് വിതരണം ചെയ്യണമെന്നാണ് ഭക്ഷ്യമന്ത്രി GR അനിൽ പറഞ്ഞിട്ടുള്ളത്. ഓരോ റേഷൻ കാർഡിനും ഈ മാസം അനുവദിച്ചിട്ടുള്ള വിഹിതങ്ങളുടെ വിതരണവും ഇപ്പോൾ നടക്കുകയാണ്. നീല, വെള്ള റേഷൻ കാർഡിന് സ്പെഷ്യലായിട്ട് 5 കിലോ അരി അധികമായി റേഷൻ കടയിൽ നിന്ന് ലഭിക്കും. 10 രൂപ 90 പൈസ നിരക്കിലാണ് ലഭിക്കുന്നത്. വെള്ള റേഷൻ കാർഡിൻ്റെ കാര്യം ഇതൊരു പ്രഹസനമാണ്. കാരണം കഴിഞ്ഞ മാസം 7 കിലോ ഉണ്ടായിരുന്നത് വെട്ടിക്കുറച്ച് 2 കിലോ ആക്കി. പിന്നെ 5 കിലോ സൗജന്യ അരി നൽകുന്നു. അപ്പോൾ കഴിഞ്ഞ മാസവും 7 കിലോ, ഈ മാസവും 7 കിലോ, 10 രൂപ 90 പൈസ നിരക്കിൽ തന്നെ. അപ്പം ഒരു തട്ടിപ്പാണ് ആ ഒരു കാര്യത്തിൽ നടന്നിട്ടുള്ളത്. ഓണത്തിൻ്റെ സ്പെഷ്യൽ നൽകാൻ വേണ്ടി നിലവിൽ ലഭിച്ചുകൊണ്ടിരുന്ന അരി വിഹിതത്തിൽ കുറവ് വരുത്തിയിട്ടാണ് സ്പെഷ്യൽ നൽകുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഭക്ഷ്യ വിഹിതങ്ങളുടെയും അരികളുടെയും വിതരണം നടക്കുന്നത്. സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ നിന്നും 10 കിലോ സ്പെഷ്യൽ അരി ലഭിക്കും എന്ന് നേരത്തെ ഭക്ഷ്യമന്ത്രി പറഞ്ഞിരുന്നുവെങ്കിലും ഇപ്പോൾ ഔട്ട്ലെറ്റുകളിൽ നിന്നും 5 കിലോ അരിയാണ് ലഭിക്കുന്നത്. മട്ടരി, ജയ അരി, കുറുവ അരി ഇവയിൽ ഏതെങ്കിലും ഒന്ന് 5 കിലോ ആണ് ലഭിക്കുക. പച്ചരി 2 കിലോ ലഭിക്കും. പഞ്ചസാര 1 കിലോ ലഭിക്കും. ബാക്കിയുള്ള സബ്സിഡി വിഹിതങ്ങൾ 1/2 കിലോ വീതവും വെളിച്ചെണ്ണ 1/2 ലിറ്ററുമാണ് ലഭിക്കുക. പക്ഷേ ശബരി വെളിച്ചെണ്ണ നമുക്ക് കൂടുതൽ വാങ്ങാവുന്നതാണ്. നമുക്ക് 1 ലിറ്ററിൻ്റെ പാക്ക് അവൈലബിൾ ആണ്. അത് സബ്സിഡി ഇല്ലാത്തതാണ് എന്നുള്ള കാര്യം ഓർക്കണം. പക്ഷേ അത് 2 എണ്ണം വാങ്ങിയാൽ 1 സൗജന്യമായി ലഭിക്കും എന്നുള്ളതും നോക്കുക. അത് സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ നിന്നും ലഭിക്കില്ല, പക്ഷേ സപ്ലൈകോയുടെ ഓണം ഫെയറുകളിൽ നിന്നും ലഭ്യമാണ്. ഇതുപോലെ നിരവധി കോംബോ ഓഫറുകളാണ് ഈ സപ്ലൈകോ ഓണം വിപണികളിൽ ഈ 4 ദിവസം ഉള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അർഹതപ്പെട്ടിട്ടുള്ള ഈ വിഹിതങ്ങളൊന്നും നഷ്ടപ്പെടുത്തരുത് എന്ന് ഓർമ്മിപ്പിക്കുന്നു. ഇനി കഴിഞ്ഞ 2 മാസം റേഷൻ വാങ്ങാത്ത ആളുകൾ ശ്രദ്ധിക്കുക. ഈ മാസം കൂടി നിങ്ങൾ റേഷൻ വാങ്ങിയിട്ടില്ലെങ്കിൽ 3 മാസം തുടർച്ചയായിട്ട് റേഷൻ വാങ്ങാത്ത ഒരു അവസ്ഥയുണ്ടാകും. ഇതിനു മുമ്പ് 1.5 ലക്ഷത്തിലധികം ആളുകളെയാണ് റേഷൻ വാങ്ങാത്തത് മൂലം വെള്ള റേഷൻ കാർഡിലേക്ക് മാറ്റിയിട്ടുള്ളത്. അത് മഞ്ഞ, പിങ്ക്, നീല ഈ 3 റേഷൻ കാർഡിനും
ബാധകമാണ്. ഇവയ്ക്കെല്ലാം ഓരോ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതാണ് എന്നാണ് സർക്കാർ വാദം. അതായത് നീല റേഷൻ കാർഡ് സ്റ്റേറ്റ് സബ്സിഡി എന്ന് പറഞ്ഞുകൊണ്ട് കേന്ദ്രം നൽകുന്ന 22 രൂപയുടെ അരി 4 രൂപയാക്കിയിട്ട് കൊടുക്കുന്നുണ്ട് എന്നാണ് സർക്കാരിൻ്റെ വാദം. അതുകൊണ്ട് സ്റ്റേറ്റ് സബ്സിഡി വിഭാഗം റേഷൻ കാർഡാണ് നീല റേഷൻ കാർഡ്. ആ ആളുകൾക്കും ഈ കാര്യം ബാധകമാണ്. ഇനി വെള്ള റേഷൻ കാർഡിന് റേഷൻ വാങ്ങിയിട്ടില്ലെങ്കിലും വലിയ കുഴപ്പമില്ല. ഈ വെള്ള റേഷൻ കാർഡിന് നിങ്ങൾക്ക് റേഷൻ കാർഡ് മാത്രം ഒരു രേഖയായി മതി, റേഷൻ വേണ്ട എന്നുണ്ടെങ്കിലും ആ രീതിയിലേക്ക് മാറാനും ഇപ്പോൾ ഓൺലൈൻ സൗകര്യം ഉണ്ട്. മഞ്ഞ റേഷൻ കാർഡിൻ്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങൾ റേഷൻ വാങ്ങാതിരിക്കുകയാണ് എങ്കിൽ നിങ്ങൾക്കെതിരെ അതായത് താലൂക്ക് റേഷൻ ഇൻസ്പെക്ടർമാരുടെ അന്വേഷണം ആരംഭിക്കാൻ പോവുകയാണ്. ഓണത്തിന് ശേഷം അത്തരത്തിലുള്ള ഒരു നടപടിയും ആരംഭിക്കും. എന്തുകൊണ്ടാണ് ഇവർ വാങ്ങാത്തത്, അതിനുള്ള അർഹതയില്ലേ, അതോ മറ്റെന്തെങ്കിലും കാരണം കൊണ്ടാണോ എന്നുള്ള അന്വേഷണം ഉണ്ടാകും. നിങ്ങൾക്ക് അതിന് അർഹത ഇല്ല എങ്കിൽ നിങ്ങളെ അതിൽ നിന്നും മാറ്റും. റേഷൻ കാർഡിന് വീട് കയറിയുള്ള പരിശോധന ഓണത്തിന് ശേഷം വീണ്ടും ആരംഭിക്കും എന്നുള്ളതാണ് അറിയിപ്പുകൾ വരുന്നത്. ഇപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത്. ഈ 4 ദിവസത്തിനുള്ളിൽ ഈ കാര്യങ്ങളെല്ലാം ചെയ്യണം. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണമെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഇതുവരേക്കും ബൈ.